ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി കസിൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഓണക്കാലത്തൊക്കെ നമുക്ക് പ്രത്യേകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് എരിശ്ശേരി. അപ്പോൾ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. ഞാനിവിടെ 8 കായോളം എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത്തക്കായല്ല നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കറിക്കായാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന 8 നല്ലതായിരിക്കും, കാരണം അതിൻ്റെ കറ കൊണ്ടിട്ട് കളർ മാറാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മുങ്ങാൻ വേണ്ടി മാത്രം. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാകും, അപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരിമുളക്, 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 2 ചെറിയ ഉള്ളി, തേങ്ങ ചിരകിയത്, ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കായൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളകും 1 കറിവേപ്പിലത്തണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചുമന്നരിയാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറാവുന്നതോടെ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതിയാകും. തേങ്ങയിട്ട ഏത് കറിയാണെങ്കിലും നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കാവൂ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നല്ലൊരു വിഭവമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും.